അജി നീ കവലെ തന്നെ ഉണ്ടോടാ? എടാ സീത എവിടെ? അങ്ങനെ കാണാതായ സീതയെ ബാലൻ തിരയുന്നുവെങ്കിലും ഒരിടത്തും കണ്ടെത്താനാകുന്നില്ല. 1 കൊല്ലം മുമ്പ് ആദ്യത്തെ കല്യാണം തകർന്നതോടെ അതിന്റെ ചിരി മാഞ്ഞതാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണേ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നത്. എന്റെ പൊന്നുമക്കളെ, നീ അത് മനസ്സിന്ന് വിട്. ഒരേ പേരിലുള്ള എത്രയോ പേര് കാണും ലോകത്ത്. അമ്മ നിന്നോടത് പറഞ്ഞതല്ലേ? സിജൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ സീതയെ? എങ്ങോട്ടാ പോകുന്നെന്ന് വല്ല ഊഹം കിട്ടിയോ? ഞാൻ ഇവിടെ കാണാനാ ബാലേട്ടാ. സീതയെടുത്ത് ഇവിടെ വന്നു, കടയിലേക്കാണെന്ന് പറഞ്ഞു പോയി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല ബാലേട്ടാ. മനസ്സിജൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നതോടെ ബാലന് പോലീസിൽ വിവരമറിയിക്കേണ്ടതായി വരുന്നു. മാന്യമായിട്ട് പെരുമാറണമെന്ന് DGPയുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് മാന്യമായിട്ട് തന്നെ ചോദിക്ക്. ഇവന്റെ ധർമ്മപത്നി ആരുടെ മാതാവിന്റെ മംഗല്യം കൂടാനാണ് പോയത് എന്ന് തുടർന്ന് കാണുക. എന്നാലും എന്റെ ബാല, ഞാൻ ഈ വാർഡിലെ മെമ്പർ ആണോ? ഏറ്റവും വലിയ ആളാണോ? എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഇല്ലേ? എന്റേതായ പിടിപാടില്ലേ? മെമ്പർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അല്ല, ഈ ഭാര്യയെ കാണാനില്ല എന്നുള്ള പരാതി പറയാൻ പോയപ്പോ മെമ്പറായ എന്നെ കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. എന്റെ ബാല, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്രൈവർ കുമാരൻ വിളിച്ച് പറഞ്ഞപ്പോഴാ ബാലൻ അവിടെ ചെന്ന വിവരം ഞാൻ അറിയുന്നത്. അല്ല, ഞാനേ വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സർക്കിളും ഞാനും തമ്മിൽ വളരെയേറെ ക്ലോസാ. അതെ അതെ, കഴിഞ്ഞ ആഴ്ച സ്റ്റേഷനിലിട്ട് ആശാരം ഇടിച്ച് ക്ലോസ് ആക്കിയാൻ അദ്ദേഹം. മെമ്പറെ ഞാൻ പോട്ടെ. അല്ല ബാല, നില്ലേ ചോദിക്കട്ടെ, ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഏതോ ഒരു പെണ്ണിന്റെ ശവം പോലീസുകാർക്ക് കിട്ടിയെന്നോ, അത് മോർച്ചറിയിലുണ്ടെന്നോ, അത് ബാലനെ കൊണ്ട് കാണിച്ചു എന്നൊക്കെ കുമാരൻ പറഞ്ഞു. അത് സീത അല്ലായിരുന്നല്ലയോ? അല്ല. എന്നാലും ബാല, ഈ സീത എവിടെ പോയിരിക്കുകയാണെന്നാണ് ബാലന്റെ ഒരു നിഗമനം. അന്വേഷിക്കുമല്ലേ? അല്ല, ഞാനൊരു മെമ്പറിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെയും ഈ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? മാനസികമോ അല്ലാതെയുള്ള പൊരുത്തക്കേടുകൾ? അല്ലേ, ഈ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വലിയ വലിയ അകൽച്ചയിലേക്ക് നയിക്കുമെന്ന? ബാലന് പിന്നെ സൗന്ദര്യം കുറവായതുകൊണ്ട് സൗന്ദര്യ പിണക്കത്തിന് സാധ്യതയില്ല അല്ലയോടെ? എന്നാലും സീതയ്ക്ക് വല്ല, അല്ല കോളേജിലൊക്കെ പഠിച്ച കുട്ടിയല്ലയോ, വല്ല അലവലായ കൂട്ടുകെട്ടുകൾ വല്ലതിലും ചെന്ന് പെട്ട്. മെമ്പറെ, മനുഷ്യനോട് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുക. തോന്നിയാസം പറയരുത്, കൈയെടുക്ക്. അവന്റെ ഭാവം കണ്ടാ തോന്നുമല്ലോ നമ്മൾ അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. എന്തായാലും ഒരു ആക്ഷൻ കൗൺസിൽ ഉടനെ രൂപീകരിക്കണം. ഒരു പ്രകടനത്തിനും പ്രസംഗത്തിനും പിരിവിനുള്ള വകുപ്പുണ്ട്. വേണം. സീതയുടെ തിരോത്ഥാനം
അച്ചൂട്ട, കാണുന്നില്ലേ അച്ചൂട്ട ഇവിടുത്തെ പ്രശ്നങ്ങള്? അച്ചൂട്ടനെ അറിയുന്നില്ലേ ഇവിടുത്തെ സങ്കടങ്ങൾ? നമ്മുടെ സീതമോളെ കാണാനില്ല അച്ചൂട്ട. എവിടെ പോയി, എന്ത് സംഭവിച്ചു, ഒന്നും അറിയില്ല. ആന്നച്ചേ, വല്യച്ചിയെ കാണാനേ ഇല്ല. എവിടെ പോയെന്ന് ആർക്കും അറിയത്തൂല്ല. ഇനിയിപ്പോ വല്ല കാത്തുവാക്കാനും പിടിച്ചോണ്ട് പോയോ എന്തോ. എന്റെ അമ്മോ, പേടിയാണേ. അച്ചൂട്ട, എനിക്ക് ഏതൊരു ദൈവത്തെക്കാളും വലുത് എന്റെ അച്ചൂട്ടനാ. അച്ചൂട്ടൻ എന്റെ പ്രാർത്ഥന കേൾക്കണം. ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും അച്ചൂട്ട. അച്ചൂട്ട, സീതയെ വീട്ടിൽ തിരിച്ചു വരണം. വന്നേ പറ്റൂ. ബാലന്റെ സങ്കടം കാണാൻ എനിക്ക് വയ്യ അച്ചൂട്ട. അച്ചൂട്ടിനെ അറിയാലോ നമ്മുടെ ബാലന്റെ മനസ്സ്. അവന്റെ മനസ്സ് അലമുറിയിട്ട് കരയുന്നത് എനിക്ക് കാണാൻ അച്ചൂട്ട. എന്റെ മുമ്പിൽ എങ്ങനെയാ പിടിച്ചു നിൽക്കുക നമ്മുടെ കുഞ്ഞ്? പാവല്ലേ അച്ചൂട്ട അവൻ. അവനെ സങ്കടപ്പെടുത്തല്ലേ. അന്ന് കുട്ടിമണിയെ കൊണ്ടുവന്ന പോലെ സീതമോളെയും കണ്ടെത്തി ഇങ്ങോട്ട് കൊണ്ടുവരണേ അച്ചൂട്ട. അച്ഛേ, പിന്നൊരു കാര്യമുണ്ടേ, സ്വകാര്യമാണേ. ഇവരെ ഉണ്ടല്ലോ, വല്യേച്ചി, കൊച്ചേച്ചിയുടെ അമ്മയും പിന്നെ ഞാനും ഒക്കെ കൂടെ ഒരു തമാശ വരെ കൊണ്ടായിരുന്നേ. എനിക്ക് അതിന് സമ്മാനം കിട്ടിയത് ആപ്പിളും ഓറഞ്ചും മുന്തിരി ലഡു ജിലേബി അങ്ങനെ ഒത്തിരി സമ്മാനം ഉണ്ടായിരുന്നേ. പിന്നെ എന്റെ മനുഷ്യനെ പോലീസ് പിടിച്ചാൽ അച്ഛൻ നോക്കിച്ചോണേ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. അച്ഛേ, ശനയ്യപ്പ പോണേ. ഇല്ല മോളെ. അല്ല, വല്യേട്ടൻ എവിടെ പോയതായിരുന്നു? വല്യേട്ടൻ വല്യേച്ചിയെ കാണാനില്ലെന്ന കാര്യം പോലീസിനോട് പറയാൻ പോയതാ. പോലീസോ? എന്തായി മോനെ? പരാതി എഴുതി കൊടുത്തമ്മേ, അവരന്വേഷിക്കാന്ന് പറഞ്ഞു. നമ്മുടെ വിഷമം വേറെ ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ലല്ലോ. സീതയ്ക്ക് എന്ത് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കുഞ്ഞേട്ടൻ വന്ന്. അറിഞ്ഞ കാര്യങ്ങളൊക്കെ? അതെ, വലിയ കാണാനില്ല, എങ്ങോട്ടോ പോയി. മോനെ രവി, നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ സീതമോളെ? അറിഞ്ഞു. സിജൻ ഇന്നലെ മതിയെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. എടാ, നമ്മളിനി എന്ത് ചെയ്യൂടാ? ഞാനിപ്പോ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. കൊടുത്തോ? അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാനാ ബാലേട്ടാ? കാണാതായിരിക്കുന്നത് പൊടിക്കുഞ്ഞിനൊന്നും അല്ലല്ലോ. ബുദ്ധിയും ബോധവും ലോകവിവരം ഒക്കെ ഉള്ള ആളെയാ. എന്തായാലും സീതയെടുത്തിയ ഈ വീട്ടിൽ നിന്ന് ബലമായിട്ട് ആരും പിടിച്ചോണ്ട് പോവില്ല. കാണാതായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സീതയെടുത്തി തന്നെത്താനെ എങ്ങോട്ടെങ്കിലും പോയെന്നല്ലേ. എന്നും പറഞ്ഞ് നമുക്ക് അനങ്ങാതിരിക്കാൻ പറ്റൂടാ? ബാലേട്ടൻ അനങ്ങാതിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ബാലേട്ടന്റെ ഭാര്യ ബാലേട്ടൻ ഉറപ്പായിട്ടും തിരക്കണം, അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോനെ, നീ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു നിൽക്കാതെ ബാലന്റെ കൂടെ പോയി സീതയെ കണ്ടുപിടിക്കേ. അത് കൊള്ളാം. എല്ലാവരും കൂടെ കണ്ടുപിടിക്കാൻ ഇതെന്താ നിധി വേട്ടയോ? ബാലേട്ടൻ കണ്ടുപിടിക്കും സീതയെടുത്തിയെ, പിന്നെ പോലീസിന്റെ സഹായമില്ലേ, അത് തന്നെ ധാരാളം. അല്ലെ പോയൊരു തന്നെത്താൻ തിരിച്ചിങ്ങ് വരും, അത്രേ ഉള്ളൂ. മോനെ,
എന്റെ അമ്മയെ ഞാൻ എറണാകുളത്തുനിന്ന് ഒറ്റ ഇരിപ്പിരുന്ന് പോരുക. ഒന്ന് കുളിച്ചോട്ടെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ. അമ്മയെ കൊണ്ട് പറ്റുമോ വല്ല ഒന്ന് എടുത്തരാ? കുഞ്ഞേട്ടാ, അതെ വല്ലിച്ചോണ്ട് കണ്ടുപിടിച്ചു കുഞ്ഞേട്ടാ. ഓണേ അവിടെ നിന്ന്. അവൾ എനിക്ക് ഡ്യൂട്ടി കൊണ്ട് വന്നേക്കണം. വല്യച്ചി എന്തായാലും വരുവേ. അമ്മ ഓടി വാ, ദാണ്ടെ വല്യേട്ടൻ കരയുന്നു. കണ്ടോ, കണ്ണീന്ന് വെള്ളം വന്നു. കരയണ്ടെന്ന് പറയാ. ബാല, ബാല, കരയുന്നത് കണ്ടില്ലേ? എന്റെ വല്യച്ഛ തിരിച്ചുകൊണ്ട് താ. ഞാൻ 50 പൈസ തരാം, ഉറപ്പായിട്ട് തരാട്ടോ. പൂക്കുട്ടി, വാ, എല്ലാം കൃത്യമായി നോട്ടിക്കോണേ. സർ, ചിലപ്പോ അന്ന് ആ വട്ടുപെണ്ണ് തിരിച്ചു വന്ന പോലെ ഈ പോയ പെണ്ണ് തിരിച്ചു വന്നേക്കാം. എന്നാലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണമല്ലോ, വേണ്ടായോ? വേണം സർ. അപ്പോ വാ. ഇവിടെ ആരും ഇല്ലയോ? ആരാ? വാ 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 വാ. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനെ കണ്ടിട്ട് ആരാണെന്ന് ചോദിക്കുന്നു. നല്ല പച്ചമീൻ കുറച്ചുകൊണ്ട് വേണമെന്ന് ചോദിക്കാൻ വന്നതാ. എന്തേ? നീയല്ലേ ഡിവൈഎസ്പിയുടെ അനന്തരവളുടെ കെട്ടിയോൾ? അതെ സാറേ. ആരാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ ഇവിടേക്കെന്നാ ഉദ്ദേശിച്ചത്? ഓ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമൊന്നും. ചുമ്മാ ഇതെന്റെ കുഞ്ഞമ്മയുടെ വീടല്ലയോ, എല്ലാവരെയും ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്തേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിന്നെയല്ലേ എന്നാൾ കാണാതെ പോയത്? ഇപ്പോഴും നീ ഒരു ചുറ്റം പോകുന്നുണ്ടോ? ചേ, സാറേ, ഞങ്ങളുടെ സീതമ്മളെ കണ്ടുപിടിച്ച് തരണം സാറേ. അന്ന് മോളെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞു. ഇപ്പതേ മരുമകളെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞ് കരയുന്നു. മകളെ കാണാതായ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ മരുമകളെ കാണാതായ വകുപ്പ് വേറെയാ. ഗ്യാസ് സിലിണ്ടറൊക്കെ ഉള്ള വീടാ, അല്ലയോ? അയ്യോ, അങ്ങനൊന്നും പറയരുത്. നീ എന്തിനാടാ രാവിലെ സിഐയോട് തറുതല പറയുന്നത്? നിന്റെ പെണ്ണും പിള്ള വലിയ ലോക സംഭവവും അവളെ കാണാതായത് അതിലും വലിയ സംഭവമൊക്കെ ആയിരിക്കും. നിനക്കറിയത്തില്ല സിഐ അയ്യപ്പൻകുട്ടി സാറിനെ. സ്വാമിയെ ശരണമയ്യപ്പോ. ഞാൻ കരുതിയതേ നിന്റെ നട്ടെല്ലെടുത്ത് അങ്ങേര് കുട്ടിയും കോലും കളിക്കുമെന്ന. ഡോ, അകത്ത് കയറി മുറിയിലൊക്കെ ഒന്ന് നോക്ക്. വല്ല കത്തോ കുറിപ്പടിയോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ? ചെല്ലേ. ശരി സാർ. സാറേ, ഞാൻ നോക്കിയായിരുന്നു സാറേ, ഒന്നും കണ്ടില്ല. എന്നാ പിന്നെ ബാക്കി അന്വേഷണം കൂടെ നീ അങ്ങ് നടത്ത്. പോലീസ് സ്റ്റേഷൻ പൂട്ടി ചാവി നിന്നെ ഏൽപ്പിക്കാം. നിന്റെ കണ്ണല്ലല്ലോ ഞങ്ങളുടെ കണ്ണ്. അവര് പോയി നോക്കിയിട്ട് വരും കേട്ടാ. സുധാകര, നോക്കിയേ. കത്തോ? ആ, ശാരദാമോ, മരുമകളെ കാണാതായതിന്റെ അന്ന്, അതായത് ഇന്നലെ, നിങ്ങളും ആ പെണ്ണും തമ്മിൽ വല്ല വഴക്കോ ഒരസലോ മറ്റോ ഉണ്ടായോ? അയ്യോ ഇല്ല സാറേ, ഞങ്ങൾ രണ്ടും നല്ല സ്നേഹത്തിലായിരുന്നു. കഴുത്തിൽ ക്ലിപ്പ് വീഴുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാ അമ്മായിയമ്മമാരും പറയുന്ന സ്ഥിരം പല്ലവിയായത്.
സാർ. എന്താടോ വല്ല തുമ്പോ തുരുമ്പോ കിട്ടിയോ? ആട് കിടന്നിടത്ത് വല്ല പൂടയോ പ്ലാവലയോ ഉണ്ടോ എന്ന്? ഒരു കത്ത് കിട്ടി സാർ. കത്തോ? ആ. പ്രിയപ്പെട്ട ബാലേ. ഓ, മലയാളം വായിക്കാൻ എന്തൊരു പാട്. സ്പോർട്സ് കോട്ടയായിരുന്നേ. ആ, കെട്ടിയോളുടെ താളിയോ അല്ല, നീ തന്നെ അങ്ങ് വായിക്കും. വായിക്കടോ, ഉറക്ക വായിച്ചോണേ. വായിക്കേ, ഒന്നും വിടാതെ വായിച്ചോണം. പ്രിയപ്പെട്ട ബാലേട്ടന്, സീത പോകുന്നു. ഇത്രയും നാളും ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ ബാലേട്ടൻ്റെ കൂടെ കഴിഞ്ഞത്. ഓ, കുറച്ചുകൂടെ ഒച്ചത്തിൽ വായിക്കടോ. രഹസ്യം പരസ്യമാകാൻ പോവല്ലയോ? ബാലേട്ട, എൻ്റെ വിവാഹം 4 കൊല്ലം മുമ്പേ ഒന്ന് കഴിഞ്ഞതാണ്. കേട്ടാ? അത് മറച്ചു വെച്ചാണ് ഞാൻ ബാലേട്ടൻ്റെ ഭാര്യയായത്. ബാലേട്ടൻ്റെ അമ്മയ്ക്ക് ആ സത്യം അറിയാം. ബാലേട്ടനോട് പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചതാണ്, കഴിഞ്ഞില്ല. ആ മനുഷ്യനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും ബാലേട്ടനെ ചതിക്കാൻ എനിക്ക് വയ്യ. അദ്ദേഹത്തിനൊപ്പം ഞാൻ പോകുന്നു. ബാലേട്ടൻ എന്നെ ശപിക്കരുത്. അവസാനം മാപ്പ് എന്നുകൂടെ എഴുതി കാണുമല്ലോ, ഇല്ലേ? നോക്കട്ടെ. ഉണ്ട്. നമ്മൾ എത്ര കത്ത് വായിച്ചതാ. അപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. സാറേ, എന്റെ ഭാര്യ അങ്ങനെ ഒരാളല്ല. അനിയ, എനിക്ക് നിന്നോട് സഹതാപവും. ഈ കത്തിന്റെ പേരിൽ കേസ് ഞങ്ങൾ മടക്കത്തുമില്ല. ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് നിന്റെ അമ്മയോട് തന്നെ ചോദിക്കേ. ആദ്യത്തെ കല്യാണത്തെ പറ്റി അമ്മായിയമ്മയ്ക്ക് അറിയാമെന്നല്ലേ മരുമോള് പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുക. വാടോ. അതെ, അന്വേഷണം തീർന്നു എന്ന് ആരും ആശ്വസിക്കണ്ട, കേട്ടാ? കൊന്നോ അമ്മ? കൊന്നോ? അമ്മ കേട്ടല്ലോ, പോലീസുകാരി വായിച്ചു കേൾപ്പിച്ച മൂത്ത മരുമോളുടെ വിശേഷങ്ങൾ. 4 വർഷം മുമ്പ് ഒരു കല്യാണം നടന്നിട്ട് അതിലെ ഭർത്താവിന്റെ കൂടെ നാട് വിട്ടു പോവുകയാണെന്ന്. ഛേ, നാണം കെട്ടിട്ട് മനുഷ്യന് തൊലി ഉരിഞ്ഞു പോവാ. രവി, ആ കത്തി പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓ, അമ്മ ഇപ്പോഴും അവളെ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കുകയാണോ? ഈ കുടുംബത്തെ മുഴുവൻ നാണക്കേടിന്റെ കടലിൽ മുക്കിയിട്ടാ അവള് നാട് വിട്ടു പോയിരിക്കുന്നേ. നോക്കിക്കോണം, ഈ കവലയിലുള്ളവരെ കഥ പറയുന്നത് പോലെ പറയുന്നത്. എന്താണ് നീ പറഞ്ഞത്? അമ്മേ, അമ്മേ, അവരെ വിട്. പറഞ്ഞു എന്തും പറയാന്നായോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ പറയട്ടമ്മേ, അവനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ഈ കുടുംബത്തെ മുഴുവൻ നാണക്കേടിന്റെ കടലിൽ മുക്കിയിട്ടാ അവള് നാട് വിട്ടു പോയിരിക്കുന്നേ. നോക്കിക്കോണം, ഈ കവലയിലുള്ളവരെ കഥ പറയുന്നത് പോലെ പറയുന്നത്. രവി,
നീ ഒരു ശത്രുവിനെ പോലെ സംസാരിക്കാതെ ഒരു പ്രശ്നം വരുമ്പോ ഒന്നിച്ച് നിൽക്കല്ലേ വേണ്ടത്. മാനക്കേടിന് വേലി കെട്ടാൻ രവിയെ കിട്ടത്തില്ല. നാണം കെട്ടൊരു വീട്ടിലാണ് ജനിച്ചതെങ്കിലും അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയവനാ ഞാൻ. എനിക്കേ എന്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും അഭിമാനത്തിനെ ഒരു ഉലച്ചിലും തട്ടാതെ നോക്കേണ്ട ബാധ്യതയുണ്ട്. രവി, അഴിഞ്ഞാടി നടക്കുന്നവർക്കും അഴിഞ്ഞാട്ടക്കാർക്ക് ചൂട്ടുപിടിക്കുന്നവർക്കും ജയ് വിളിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. രവി നിർത്ത്. നിന്റെ സംസാരം അതിര് കടക്കുന്നു. നീ ആരെ അഴിഞ്ഞാട്ടക്കാരിന്ന് വിളിച്ചത്? സീതയോ? നിന്റെ ചേട്ടന്റെ ഭാര്യ സീത, നിന്റെ ചേട്ടത്തിയമ്മ. എന്നെക്കാളും ബഹുമാനത്തോടെ നീ കാണേണ്ട ആള്. ഓ ബസ്റ്റ്. ബഹുമാനം ഉണ്ടായിരുന്നു, അത് പണ്ട്. എന്റെ പാവം മതി. ആ സ്ത്രീക്കൊപ്പമാണല്ലോ ഇവിടെ ജീവിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. രവി നിർത്ത്. ഓ ഇവിടെ നിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൂരി പിടിച്ച് നിൽക്കാൻ? പോയി ചത്തൂടെ? അന്ന് നിങ്ങൾ കാശ് മോഷ്ടിച്ചപ്പോ ഇതുപോലൊരു നാണക്കേട് ഇവിടെ ഉണ്ടായതാ. അത് പക്ഷെ ഇവിടെ അങ്ങ് ഒതുങ്ങി നിന്നു. അതുപോലെയാണോ ഇത്? എന്തായാലും കൊള്ളാം. കള്ള ഭർത്താവിന്റെ പിഴച്ച ഭാര്യ. എന്താണ് നീ പറഞ്ഞത്? അമ്മേ, അമ്മേ, അവരെ വിട്. പറഞ്ഞു എന്തും പറയാന്നായോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ പറയട്ടമ്മേ, അവനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ഓ അത് ശരി. അരിയും തിന്ന് ആശാരിച്ചും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക മുറിവുറുപ്പ്. നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കണ്ണി നോക്കിയിരുന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കാര്യത്തിൽ ഒരു സഹായത്തിനും എന്നെ വിളിച്ചേക്കരുത്. വേണ്ടടാ, നിന്റെ ഒരു സഹായം വേണ്ട.